Good morning. Okay, once again, very good morning to all. എല്ലാവരും join ആവട്ടെ. കാരണം ഇത്രയും സമയമായില്ലേ. So we can start. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ധന്യ സ്ഥിതി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? താങ്ക് യു. ഓക്കെ, സോ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ലൈക്ക് നമുക്ക് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. സോ എപ്പോഴും ആലോചിക്കുക, ദർ ഈസ് ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ, ബട്ട് വാട്ട് എവർ ദ ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ വി വിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ഓൾ ദ തിങ്സ്. എന്ത് പരിമിതികളും ഉണ്ടെങ്കിൽ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ടുള്ള ജേണിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. മൈസെൽഫ് ജിഷ. ഞാനൊരു മോണ്ടിസോറി ട്രെയിനറാണ്, അല്ലാതെ ഒരു ഫെസിലിറ്റേറ്ററും കൂടിയാണ്. പിന്നെ കൂടാതെ എന്താ പറയാ, എന്റെ വീട് നോർത്ത് പറവൂരാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്താണ്. സോ നിങ്ങളെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരിക്കും അല്ലെ? സോ രണ്ട് നോർത്ത് സൈഡും സൗത്ത് സൈഡും മിഡിലും ഒക്കെ ഉള്ളവരുണ്ടായിരിക്കും. പുറത്തുള്ള ആരെങ്കിലും ഉണ്ടോ? കേരളത്തിന് പുറത്ത്, ഇന്ത്യയുടെ പുറത്ത്? ഷോണി എവിടെയാ? ഓരോരുത്തർ ചോദിക്കാട്ടോ. ഞാനിപ്പോ ദുബായിലാണ്. ദുബായിലാണ്. ഓക്കെ. അശ്വി എവിടെയാണ്? ഒമാനില്. അങ്കിതയോ? മാംഗ്ലൂർ മാം. സോ നിങ്ങൾ നാട്ടില് വരുന്നത് എങ്ങനെയാ? വരാറുണ്ടോ? ഉണ്ട്. ഞാന് ആക്ച്വലി ഡെലിവറി ചെയ്തിട്ട് ഞാനിപ്പോ അമ്മയുടെ വീട്ടിലുള്ളത്. ഓക്കെ. പിന്നെ അങ്ങോട്ട് തന്നെ 2 months ആയതേ ഇല്ലൂ കുഞ്ഞിക്ക്, ചെറിയ കുഞ്ഞിക്ക്. അപ്പൊ വലുത് 2nd സ്റ്റാൻഡേർഡ് തന്നെ ആടെ ജോയിൻ ചെയ്യിപ്പിക്കണം കേരളത്തിലാണ്. നമുക്കിപ്പോ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 61 പറയാം. കാരണം എന്താ വെച്ചാല് ഞാനും നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് റിജു ആൻഡ് രാഖി നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ടെക്നിക്കലി വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ 60 പേരാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഇത്രയും പേരെ നമുക്ക് ചോദിച്ചു വരാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. എനിവേ നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ അത് നിങ്ങൾക്ക് കുറെ കൺസേൺസ് ഉണ്ടായിരിക്കും അല്ലെ, കുറെ സംശയങ്ങള്, ഡൗട്ട്സ്. ഹൗ വി ക്യാൻ ഡു ദിസ് ഇൻ ഓൺലൈൻ? ഓൺലൈനിൽ ഞങ്ങൾക്ക് ഇത് പറ്റുമോ? ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റുമോ? ഞങ്ങൾ ഇത് പഠിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഒരു ജോബിന് വേണ്ടിയിട്ട്? പലരും പാഷൻ കൊണ്ട് വന്നതായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമുക്കൊരു ലൈവ്ലിഹുഡ്, നമുക്കൊരു ഇൻകം, നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കുക, നമ്മൾക്കൊരു മാറ്റം വരണം. അതിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഓരോ കോഴ്സിനും ചേരുന്നത് അല്ലെ. നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് നിങ്ങൾ ചേർന്നിട്ടുണ്ടാവും. ഇതിന്റെ പോസിബിലിറ്റീസ് പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ കേട്ട് അതിന്റെ ഒരു ക്ലാരിറ്റിയും ഒന്നും കിട്ടാതെയാണ് വന്നിരിക്കുന്നത്. സോ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം, എന്നിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ ഒരാൾ പറയുമ്പം ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യുക, ഇൻക്ലൂഡിങ് മീ. ഞാനും മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. സോ പ്ലീസ്. മാഡം, ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. ബന്ദടിക്കാണ് എൻ്റെ സ്ഥലം. +2 കഴിഞ്ഞിട്ട് ഇപ്പോ കുറച്ച് വർഷങ്ങളായി. ഒരു പേടിയുണ്ട്, പഠിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. ഇപ്പോ ഇംഗ്ലീഷിലാണെങ്കിലും ഇംഗ്ലീഷ് എല്ലാം ടച്ച് വിട്ടിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ടെൻഷനിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് തന്നെ. ഇപ്പൊ അതിനെ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു എല്ലായിടത്തും. അപ്പൊ ഇതിന്റെ കോഴ്സിന് തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ പിന്നെ കോഴ്സിന് ഇങ്ങനെ ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പിന്നെ തോന്നി പഠിക്കാൻ പറ്റൂല എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ അതിന് റിജക്ട് ചെയ്തു. പിന്നെ ഇപ്പൊ പിന്നെ വീണ്ടും എല്ലാരും പറയുന്നു പഠിക്കാൻ പറ്റും 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 എന്ന് പറയുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ചേർന്ന്, രണ്ടും പ്രതീക്ഷിച്ച് ചേർന്നതാണ്, രണ്ട് കൽപ്പിച്ചിട്ട്. അതിപ്പോ ഇംഗ്ലീഷിൽ തന്നെ ആവുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ല, മലയാളത്തിലും ക്ലാസ് എടുത്ത് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. പഠിക്കാൻ പറ്റുമോ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ അങ്ങനെ തന്നെ എന്റെ ടെൻഷനും, പഠിക്കാൻ പറ്റുമോ? ഇതിപ്പോ മാഡം പറഞ്ഞ പോലെ പിന്നെ നമുക്ക് എല്ലാരും എല്ലായിടത്തും പഠിക്കാനും ജോലിയും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുമ്പോ നമുക്കൊന്ന് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ്.
ചേർന്നതാണ് ഞാൻ. പഠിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി യു ക്യാൻ. ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത് എന്റെ 39ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത്. അതായത് ഒരു 7-8 ഇയേഴ്സ് ബാക്ക്. കുറെ നാള് വീട്ടില് വെറുതെ ഇരുന്ന് കുട്ടികള് അങ്ങനെ ഇരുന്ന് നമ്മൾ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരുന്ന് അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഞാനിത് എടുക്കാനുണ്ടായ കാരണം എന്റെ സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്കൂളായിരുന്നു, മലയാളം മീഡിയം ആയിരുന്നു. 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള ഒരു മലയാളം മീഡിയം സ്കൂളായിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ അറ്റ് എ ടൈം SLC ബാച്ച് 150 പേരാണ് എക്സാം എഴുതുന്നത്. ഞാൻ അവിടെ ഒരു ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ സംബന്ധിച്ച് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ ആകെ 40 കുട്ടികളേ ഉള്ളൂ. 10th 150 പേര് പാസ് ഔട്ടായ സ്കൂളാന്ന് ഓർക്കണം. അത് ടോട്ടൽ സ്ട്രെങ്ത് സ്കൂളിന്റെ 5 to 10 അത്രേ ഉള്ളൂ. കാരണം അപ്പോഴും മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയത്തിന് വളരെ പ്രാധാന്യം വന്ന ടൈമും കൂടിയാണ്. സോ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു അവിടെ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തണം. ആ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചതാണല്ലോ, നമുക്ക് കണ്ടപ്പോ സ്കൂൾ പൂട്ടിപ്പോവോ എന്നൊക്കെ ആകെ ഒരു വിഷമായി. അങ്ങനെ ഞങ്ങള് ശ്രമിച്ച് അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്ട്രെങ്ത് വേണം. അപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്യാം, അതിന് വേണ്ടുന്ന ബുക്സും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം പ്രൊവൈഡ് ചെയ്യാം, പക്ഷെ സ്വന്തം റിസ്കിൽ എന്ന് പറഞ്ഞു. ടീച്ചേഴ്സും റെഡിയായി, നമ്മളുടെ സപ്പോർട്ട്. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ഇപ്പൊ ആ സ്കൂളിൽ ഏകദേശം 200 കുട്ടികളോടുണ്ട്, ഫുൾ സ്ട്രെങ്ത് കേട്ടോ. അപ്പോ ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ ഈ ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികളുണ്ടായിരുന്നു. ഇവരെ മനസ്സിലാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ചൈൽഡ് സൈക്കോളജി പഠിക്കണം, ചൈൽഡ് ഫിലോസഫിയും ചൈൽഡ് സൈക്കോളജിയും. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോഴേക്കും എനിക്ക് കുറെ കുട്ടികളുടെ ഇന്റർവെൻഷൻ നടത്താൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിത് ചെയ്യുമ്പോൾ നമ്മൾ വളരുക, നമ്മൾക്കൊരു സെൽഫ് ബൂസ്റ്റിംഗ് അല്ലെ. നമ്മൾ വേറെ ആരെങ്കിലും നമ്മളെ ബൂസ്റ്റ് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. നമ്മളുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അത് നമ്മൾ കണ്ടെത്തുന്നില്ല. അത് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് കോഴ്സിനേക്കാളും മോണ്ടിസോറി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ. നിങ്ങൾ 1 ഇയർ ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ നിങ്ങൾ തന്നെ സ്ക്യൂസ് ചെയ്ത് ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുക്കും. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഡെഫിനറ്റ്ലി യു ക്യാൻ, തീർച്ചയായിട്ടും പറ്റും. പിന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ ഇംഗ്ലീഷ് തന്നെ ഫുൾ ക്ലാസ് നമ്മൾ ഇംഗ്ലീഷിൽ പോകൂല. ബട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളുടെ ഈ ക്ലാസ്സിൽ നല്ല ലാംഗ്വേജ് ഉള്ളവരുണ്ടാകും. എനിക്കും അവരിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാണെങ്കിൽ എനിക്കും അവരിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾക്ക് പരസ്പരം നമ്മൾക്കുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ലാംഗ്വേജും ശരിയാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലർക്ക് ചിലപ്പോൾ പെയിന്റിങ് അറിയായിരിക്കും, സോ വി ക്യാൻ ഷെയർ ദാറ്റ് ക്വാളിറ്റി അല്ലെ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ചിലർക്ക് ചിലപ്പോൾ എംബ്രോയിഡറി അറിയായിരിക്കും, നമുക്ക് അത് ഈ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരാളിൽ എന്തുണ്ടോ അത് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. സോ ഇപ്പൊ ആതിരയ്ക്ക് ഉണ്ടാവും അതുപോലെ എന്തെങ്കിലും പൊട്ടൻഷ്യൽ, അതുപോലെ ശ്രുതിക്ക് ഉണ്ടാകും, സബി ഉണ്ടാകും, ഷോണിമിക്ക് ഉണ്ടാവും. ഞാൻ ഈ കാണുന്ന പേരാട്ടോ വായിക്കുന്നത്. എനിക്ക് സ്ക്രീനിൽ മാക്സിമം കുറച്ച് പേരെ കാണുന്നു പേരുകൾ. അപ്പൊ അതെല്ലാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഷൈനസ് എന്നുള്ളത് ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇമാജിൻ നമ്മൾ എല്ലാവരും കൂടെ ഫേസ് ടു ഫേസ് ഒരു സർക്കിളിൽ ഇങ്ങനെ ഇരിക്കുവാണ്, നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യാണ്. ആദ്യമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. ഓൺലൈൻ ഇവിടെ മാമിനെ കാണുന്നു, ചില സമയത്ത് ഓഡിയോ സ്റ്റക്ക് ആവുന്നു, ചില സമയത്ത് വീഡിയോ സ്റ്റക്ക് ആവുന്നു, ബ്ലർ ആവുന്നു, ആകെ പ്രശ്നം. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ നമുക്ക് തുടക്കത്തിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റഡ് ആകാൻ നമുക്ക് ഇച്ചിരി ഒരു ആഴ്ചയൊക്കെ പിടിക്കും. കാരണം നമ്മളുടെ വീട്ടിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം വരും. പക്ഷെ നമ്മൾ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യില്ല. അയ്യോ ക്ലാസ് ക്ലിയർ അല്ല, ക്ലാസ് എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കറക്റ്റ് റേഞ്ച് ഉള്ള ഒരു ഭാഗമൊക്കെ കണ്ടുപിടിച്ച് പിന്നെ അതങ്ങ് സെറ്റ് ആയിക്കോളും. സോ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എപ്പോഴാണോ സൗകര്യം അതിനനുസരിച്ചിട്ടാണ്. ചിലർക്ക് ചിലപ്പോൾ എന്താ പറയാ ഓൺലൈൻ ടൈമിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ കയറി വരാൻ പറ്റിയെന്ന് വരില്ല. സോ അപ്പൊ എന്താന്ന് വെച്ചാൽ ഓൺലൈനിൽ കയറുന്നവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മളൊരു മ്യൂച്വൽ സപ്പോർട്ട്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ ഹെൽപ്പ് അതാണ് നടക്കുന്നത്. സോ എവ്രിബഡി ക്യാൻ, എല്ലാവർക്കും പറ്റും.
എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു. ഞാൻ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്നേ, 10th കഴിഞ്ഞിട്ട്. ഞാൻ സ്കൂളില് ഒരു 4th പൊസിഷനിലൊക്കെ വന്ന ആളായിരുന്നു. പക്ഷെ നമ്മള് പ്രീ ഡിഗ്രി ആ ഒരു ഇതിലേക്ക് ചെല്ലുമ്പോ കംപ്ലീറ്റ് ഇംഗ്ലീഷിലല്ലേ, വേറൊരു ലോകം. അവിടെ നമ്മളൊക്കെ ചെറുതായി പോകുന്ന പോലെ തോന്നും, കാരണം ലാംഗ്വേജ് ഇഷ്യൂ. ഞാൻ എറണാകുളമാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ബസ്സിൽ ഇങ്ങനെ കയറുമ്പോ ഈ കൊച്ചി ഏരിയയിലേക്ക് ഫോറിനേഴ്സ് പോകും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ ബാക്കിൽ ഇവർ ഇരുന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കേൾക്കും. ഇവരുടെ ആക്സെന്റ് വേറെയാണല്ലോ. എനിക്ക് ഭയങ്കര ഒരു കൊതിയായിരുന്നു അവര് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ. അവര് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി കിട്ടിയത് മോണ്ടിസോറി ഒരു വർഷം ഇംഗ്ലീഷ് തന്നെ പറഞ്ഞതുകൊണ്ടാണ്. അവിടെ നമ്മൾ ഗ്രാമറോ വൊക്കാബുലറി ഒന്നും നോക്കുന്നില്ല. നമ്മൾ ആരാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ? അയാൾ സംസാരിക്കുന്ന കേൾക്കുന്ന നമ്മൾ ഒരിക്കലും ആരെയും കളിയാക്കില്ല. നമ്മളിവിടെ സെൽഫ് ജഡ്ജ്മെന്റലാണ്. നമ്മൾ ജഡ്ജ് ചെയ്യും. ഞാൻ കുറച്ചുകൂടെ ശരിയാകാനുണ്ടോ, ഞാൻ കുറച്ചുകൂടെ ശരിയാകാനുണ്ടോ, മറ്റേ ആള് ശരിയാവാനുണ്ടോ, അയാൾ തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ആ ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ സെൽഫ് ജഡ്ജ്മെന്റലാണ്. ഇവിടെ ആരും ആരെയും കറക്റ്റ് ചെയ്യുന്നില്ല. ദർ ഈസ് റൈറ്റ് റോങ് എന്നുള്ളത് ഇവിടെ ഇല്ല. ശരി തെറ്റില്ല. വട്ട് എവർ വി ആർ ഡൂയിങ് ഇറ്റ് ഈസ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ചെയ്യുന്നു. ഞാനൊരു കാര്യം, ഒരു സിറ്റുവേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവില്ലേ? അങ്ങനെ തന്നെ വേണം. ചിലരെ എതിർക്കും, അതും വേണം. വിമർശിക്കും, അതും വേണം. എല്ലാവർക്കും. അല്ലാണ്ട് അയാൾക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞത് കേൾക്കുമ്പോ അതായിരിക്കും ശരി, അത് തന്നെ ഞാൻ പറയാം, അങ്ങനെയല്ല. നമ്മൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനുള്ള എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതിന് വേണ്ടുന്ന എല്ലാം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രീഡം ഉണ്ട്. ഒരു ഇടപെടലുകളും നിങ്ങളുടെ ഫ്രീഡത്തിൽ ആരും കൈകടത്തില്ല. പിന്നെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കോഴ്സിന്റെ ഭാഗമായിട്ട്. നിങ്ങൾക്ക് സിലബസ് ഒക്കെ കിട്ടിയോ? സിലബസ് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. പറയാം. ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഡിപ്ലോമയുടെ ആട്ടോ ആദ്യം അത് അതിനകത്ത് 3 മോഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ മോഡ്യൂള് 3 മോഡ്യൂൾ. ഒന്നാമത്തെ മോഡ്യൂളില് 4 പാർട്ട് ഉണ്ട്. ഈ 4 പാർട്ടിനകത്ത് കുറെ യൂണിറ്റ്സ് ഉണ്ട്. ക്ലിയർ ആയോ? 3 മോഡ്യൂൾസ് ആണ്. ഫസ്റ്റ് മോഡ്യൂളില് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് പല പല യൂണിറ്റ്സ് ഉണ്ട്. സിലബസ് കിട്ടി, ആൻസിയുടെ മെസ്സേജ് ഉണ്ട്. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സിലബസ് തരുന്നത്. പക്ഷെ നമ്മൾ അതിനെ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈസി ആകാൻ വേണ്ടിയിട്ട് സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കുട്ടികളെ കുറിച്ചാണല്ലേ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത്. അതായത് ഒരു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം, അതാണ് ഇതിനകത്ത് വരുന്നത്. സോ നമ്മൾ കുട്ടികളെ കുറിച്ച്, ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ കുറെ അമ്മമാരുണ്ടാവും, അല്ലെങ്കിൽ ആകാൻ പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വന്നത് കണ്ടവരുണ്ടാകും. സോ ഒരു കുഞ്ഞിനെ വളർത്താൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? യെസ്, എന്തൊക്കെ ശ്രദ്ധിക്കണം? ഹലോ മാഡം. തുറന്നോട്ടേന്നാണോ? കുട്ടികളെ കുറിച്ച് അറിയാനും നന്നായിട്ട് അറിയാം. എനിക്ക് 2 പിള്ളേരാണ്. പിന്നെ അവരെ സൈക്കോളജി എല്ലാം കുറെയെല്ലാം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ചെറുപ്പത്തില്. ഉടനെ കുഞ്ഞു ബേബി ജനിച്ച് കുറച്ച് സമയങ്ങളെ ആയിട്ടുള്ളൂ. അതിന് നമ്മളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശരിയായ ഒരു ലാംഗ്വേജ് അതിനുണ്ടോ ആ സമയത്ത്? ഇല്ല അല്ലെ? ഉണ്ടോ? ഇല്ല, കരച്ചില്. പിന്നെ അത് തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. തല പോലും ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അത് ഉറച്ചിട്ടുണ്ടാവില്ല. നമ്മളോട് എപ്പോഴും പറയില്ലേ, എടുക്കുമ്പോ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. തല ഉറച്ചിട്ടില്ല എന്ന് നമ്മുടെ വീട്ടിലെ പ്രായ മുത്തശ്ശി ഒക്കെ ഉണ്ടെങ്കിൽ പറയും അല്ലെ, അമ്മയൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോ അവര് പറയും, ഇപ്പൊ നോട്ടം കറക്റ്റ് ആയി അല്ലേ. കുറച്ച് കഴിയുമ്പോ നമ്മളുടെ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ കൈയും കാലൊക്കെ എടുത്ത് അവരുടെ ഒരു മസിൽ പരിപാടികളാ, ഗുസ്തിയൊക്കെയാണ്.
പിന്നെ അവരുടെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യൂലേ, അവരുടെ ഉറക്കം, മൂവ്മെന്റ്, കരച്ചിൽ എല്ലാം അങ്ങനെ വന്ന് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങും. ഈ ഹ്യൂമൻ ബേബീസിന്റെ കാര്യമാണ് പറഞ്ഞത്. അനിമൽ ബേബീസ് ആണെങ്കിലും ഹ്യൂമൻ ബേബീസ് അവർക്ക് സപ്പോർട്ട് വേണം. പാല് കൊടുക്കണം, അവരെ കുളിപ്പിക്കണം, അവരുടെ നാപ്പി മാറ്റണം, അവരെ ക്ലീൻ ചെയ്യണം, മോഷനും യൂറിനും ഒക്കെ നമ്മൾ തന്നെ മാറ്റി ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെ. ഈ കുഞ്ഞുങ്ങൾ എപ്പോഴാ ഒന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങുന്നത്? ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് വാശി ടൈം ഉണ്ടല്ലോ, അതൊക്കെ ഏത് വയസ്സിലാണ്? അതൊരു 2-3 വയസ്സിലൊക്കെ. ഒരു വയസ്സാകുമ്പോഴേ തുടങ്ങില്ലേ? ആ നമ്മള് ചെയ്യണത് കണ്ടിട്ടാണ് അവര് പഠിക്കണത്. അതന്നെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം എന്താണ് ചെയ്യേണ്ടത് അല്ലേ. ഈ ഹൗ ടു ഷോ ദം അല്ലേ. കുഞ്ഞു കൈകളാ, അതുകൊണ്ട് അവരൊരു ഗ്ലാസ് വെള്ളം എടുത്തു, കുറച്ച് വെള്ളം ഔട്ടായി പോയി, പുറത്തേക്ക് തുളുമ്പിപ്പോയി. നമ്മൾ എന്ത് ചെയ്യണം? എന്താ നീ കാണിക്കുന്നേ? ഞാൻ എടുത്തു തരാം, മര്യാദ ഞാൻ എടുത്തു തരില്ല, അവിടെ മുഴുവൻ വെള്ളമാക്കി, നീ എന്റെ കഷ്ടപ്പാട്, ഞാൻ ഇത് തുറയ്ക്കണം, ഇങ്ങനെയാണോ പറയാറ്? അല്ലല്ല, നമ്മള് നേരങ്ങത്തില് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മള് മോപ്പ് ചെയ്യും. ഇത് കാണുമ്പോ നെക്സ്റ്റ് ടൈം കുട്ടികൾ തന്നെ നമ്മൾ ചെയ്യണത് കണ്ടിട്ട് അവര് പഠിക്കും. മറ്റേത് നമ്മൾ അങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് ഒരു ഇൻഫീരിയർ ഫീലിംഗ് ആ, എന്തോ ഒരു ഗിൽറ്റി ഫീലിംഗ്, ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഐ ആം നോട്ട് ഗുഡ്, ഞാൻ എന്ത് ചെയ്താലും തെറ്റായി പോകും. അത് അവർക്ക് ചെറുപ്പത്തിലേ ആ ഒരു ഇംപ്രഷൻ അവരുടെ വരും. ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. നിങ്ങളൊരു PG ക്ലാസ്സിൽ പോയിട്ട് വലിയൊരു ക്ലാസ് കൊടുക്കുക, അവിടെ പിള്ളേര് എങ്ങനെ ഇരുന്നാലും നോ പ്രോബ്ലം. പക്ഷെ ഒരു ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ മൂവ്മെന്റ്സ്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളൊന്ന് മുഖം കറുപ്പിച്ച് കണ്ണുരുട്ടിയാലൊക്കെ പേടിക്കും ആ കുട്ടികൾ. അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മാർക്കായിട്ട് കിടക്കും. അവർ ഡോണ്ട് ചെയ്യും. അത് ടോൺ കെയർ എന്നുള്ളത് അവർക്കായിട്ടില്ല അല്ലെ. അവരുടെ മൈൻഡ് അത്രയും ഡെലിക്കേറ്റ് ആണ്. സോ ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ഓരോ യൂണിറ്റ്സും ടീച്ചർമാർ എടുക്കാനായിട്ട് ടീച്ചർമാരുണ്ട്. ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ ഉണ്ടാകും. അതിൽ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കറക്റ്റ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതൊക്കെ ടെക്നിക്കലിൽ നിന്നുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ലിങ്ക് ആണ് തരുന്നത്. നമ്മൾ കുറെ ഗൂഗിൾ ലിങ്കിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഓരോന്ന് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ കോഴ്സിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിപ്ലോമ, എന്റെ കൂടെ ഡിപ്ലോമയ്ക്ക് പഠിച്ചിരുന്ന കുട്ടികൾക്കൊക്കെ ചിലർ ചോദിച്ചു, ഡിപ്ലോമക്കാർക്ക് KG മാത്രമേ കൊടുക്കുള്ളൂ, PGക്കാർക്കാണോ ഹയർ ക്ലാസ്സിലേക്ക് കൊടുക്കുന്നതിനൊക്കെ ചോദിച്ചു. നമ്മളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഡിപ്ലോമക്കാര് അവരുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ 4th സ്റ്റാൻഡേർഡ് വരെയും കൊടുക്കും. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞങ്ങളുടെ ബാച്ചിൽ എന്നേക്കാളും ഏജുള്ള ഒരു മേഡം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ആള് ഒരു LP സ്കൂളിന്റെ പ്രിൻസിപ്പളായി കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ. KG തുടങ്ങി 4th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പളായി. പിന്നെ മിക്കവരും പുറത്തേക്ക് പോയി. ഷാർജ സ്കൂളിലൊക്കെ ജോബ് ആയവരുണ്ടായിരുന്നു. പലരും ഹസ്ബൻഡ് പുറത്തുള്ളവരുണ്ട്. അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ചെയ്തത്. ഈ കോഴ്സ് ചെയ്ത ഉടനെ തന്നെ അവിടെ അപ്ലൈ ചെയ്ത് എല്ലാരും ഇപ്പൊ അവിടെയുള്ള സ്കൂളുകളിൽ വർക്ക് ചെയ്യാണ്. പിന്നെ അതുമല്ല, നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഈ കോഴ്സിനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മോണ്ടിസോറി ട്രെയിനർ അല്ലെങ്കിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകാനുള്ള കോഴ്സാണല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യണം. ഒരു 10 to 15 ഡേയ്സ് മതിയാകും. സാർ അത് നിങ്ങളോട് പറയും എത്ര വേണം. അത് ഒന്നും നമ്മൾ കമ്പൽസറി ആയിട്ട് പറയുന്നതല്ല. നിങ്ങൾ തന്നെ ചിന്തിക്കണം, എനിക്കിത് ചെയ്യണമെങ്കിൽ ഇത് ആവശ്യമാണോ, എനിക്കിത് ചെയ്യേണ്ടതുണ്ടോ, ഞാനിത് ചെയ്താൽ എനിക്കാണോ അതിന്റെ ബെനിഫിറ്റ്. അതെ, ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഒരിക്കലും കാര്യം പഠിച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാൻ നമുക്ക് തോന്നില്ലേ? അത് തന്നെയാണ്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴുള്ള വേറൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക്, ആ ഒരു മാനേജ്മെന്റിന്, അവിടുത്തെ സ്റ്റാഫിന്, പാരന്റ്സിന്, കുട്ടികൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയും പലപ്പോഴും. അങ്ങനെ പലർക്കും ജോബ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയായിരുന്നു. ഞാനൊരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലായിരുന്നു ടീച്ചിങ് പ്രാക്ടീസിന് പോയത്. ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഇൻഡിവിജ്വലിന്റെ കോഴ്സ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ സാർ എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഏകദേശം 1 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. ഞാൻ വേറെ ഹയർ സ്റ്റഡീസ് അങ്ങനെ പഠിക്കാനായിട്ട് പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നിർത്തിയത്.
ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ബയോഡേറ്റയിൽ അതൊരു ഹൈലൈറ്റഡ് പോർഷനാണ്, എവിടെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമ്മുടെ പ്രീവിയസ് ബാച്ചിലുള്ളവരെല്ലാം അതിനനുസരിച്ച് പ്രൊഫൈലിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനനുസരിച്ചുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്യും. നല്ല പ്രൊഫൈലിലുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമായിരുന്നു. പിന്നെ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് മനോഭാവം ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ബഡ് സ്കൂളിൽ പോയിരുന്നു. ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളുടെ. അങ്ങനെ എനിക്ക് അവിടെ പോയി അവരെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെ ആഗ്രഹിച്ചൊരു സർവീസോട് കൂടി പോയ കുട്ടികളും ഉണ്ട് നമ്മുടെ ബാച്ചില്. അങ്ങനെ ബഡ് സ്കൂളില് ചിലരെന്താ വേറെ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ബഡ് സ്കൂള് അംഗൻവാടിയിലെല്ലാം പോയി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇതൊന്നും ഒരു ബെനിഫിറ്റ് തിരിച്ചു മോഹിച്ചിട്ടല്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുക, ഒരു എമ്പതി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ആരെയും പറ്റിക്കരുത്, നമ്മളെ ആരും പറ്റിക്കരുത്, ആ ഒരു രീതി നമുക്ക് ഉണ്ടാവണം. ഒത്തിരി ഭാവമാവാനും പാടില്ലല്ലോ. എല്ലാരും കെയർ ചെയ്യണം, എല്ലാരോടും സ്നേഹം കാണിക്കണം. ബട്ട് അതിന്റെ അർത്ഥം ഒരാൾ വന്ന് നമ്മളെ പറ്റിച്ച് നമ്മൾ പറ്റിക്കപ്പെടരുത്, അതേ ഉള്ളൂ. സോ അതൊക്കെ ആലോചിക്കുക. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യണം. നല്ലപോലെ സപ്പോർട്ട് ചെയ്യാനുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അത് കൂടാതെ നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ടും അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ സാർ നിങ്ങളോട് പറയും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാനിപ്പോ കുറെ അങ്ങോട്ട് പറഞ്ഞു. ഞാന് തമിഴാണ് പഠിച്ചത്, കോയമ്പത്തൂരാണ് പഠിച്ചിരുന്നത് +2 വരെ. എനിക്ക് മലയാളം പറയാനറിയാം, ചെറുതായിട്ട് വായിക്കാനറിയാം, എഴുതാനറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതിൽ ജോയിൻ ചെയ്തു. കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പൊ അവര് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. എന്നാലൊരു ഉള്ളിലൊരു ഇങ്ങനെ ഒരു പേടിയുണ്ട്. അപ്പൊ അത് എങ്ങനെ എന്താന്ന്. നമുക്ക് ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം. അതെ. ക്ലാസ് നമ്മള് മലയാളത്തിൽ കൂടെ പോയി നമ്മൾ പതുക്കെ അത് മിക്സഡ് ലാംഗ്വേജ് ആക്കും, ഇംഗ്ലീഷും മലയാളം. പിന്നെ ഗ്രാജുവലി നിങ്ങളും ഞങ്ങളും നമ്മൾ ഒരുമിച്ച് ഇംഗ്ലീഷ് മാത്രമായി മാറും. അതല്ലേ അതിന്റെ ഒരു ഫ്ലോ കറക്റ്റ് വരും. ഇനീഷ്യലി ഒക്കെ പറയുമ്പോഴേക്കും കുറെ പേര് ആകെ ടെൻഷൻ ആവുകയും എന്നെ കൊണ്ട് പറ്റില്ല, ആ ഒരു ഫീല് വരും. ബട്ട് ഞാൻ എന്റെ ഒരു രീതി ഞാൻ പറയാണ്, ആദ്യം നമ്മള് പതുക്കെ മലയാളത്തിലൊക്കെ പറഞ്ഞിട്ട് പിന്നെ മിക്സഡ് ആയിട്ട് ഭംഗിയായിട്ട് നമുക്ക് സംസാരിക്കാം, ഇംഗ്ലീഷും മലയാളം കൂടെ കുറച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലേക്ക് മാറണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം വെച്ചാൽ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് മാത്രമായിരുന്നു ഞങ്ങള് മലയാളം പെർമിറ്റ് ചെയ്തത്. പിന്നെ വളരെ കമ്പൽസറി ആയിട്ട് അവര് ഞങ്ങളെ ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ശരിക്കും നമ്മൾക്കൊന്ന് വളരാൻ സഹായിച്ചു കേട്ടോ. ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ബ്ലോക്കിംഗ്, എല്ലാവരുടെ ഉള്ളിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആ ഒരു ബ്ലോക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ മറ്റുള്ളവരെ കളിയാക്കൂ, ഞാൻ പറയുന്ന തെറ്റിപ്പോവും, ഞാൻ പറയുന്നത് ശരിയാവും, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നല്ലൊരു ഇംഗ്ലീഷ് സപ്പോർട്ട് തരുന്ന ഒരു സാറ് നമുക്കുണ്ട്. സപ്പോർട്ട് കൊണ്ട് ഡെഫിനറ്റ്ലി സ്കൂള് പറയാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഉള്ളിൽ തന്നെ ഇവിടെയൊക്കെ തന്നെ ഇപ്പൊ എല്ലാരെയും അറിഞ്ഞു വരണല്ലേ ഉള്ളൂ. നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ഉള്ളവരുണ്ടാവും. സോ അവര് പറയുന്ന നമ്മൾ കേൾക്കുമ്പോൾ, നിങ്ങൾ രമേശ് പിഷാരടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും, തമിഴായതുകൊണ്ട് ജൻസീനൊക്കെ അറിയാം. നമ്മൾ ഇങ്ങനെയാണ് അല്ലെ, മിമിക്രി ചെയ്യും, ചില സ്കിറ്റുകളൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ മലയാളം. ാണ് വീടും. രമേശ് പിഷാരടി ട്രംപ് ഇംഗ്ലീഷ് പറയുന്നത് ജെൻസീനെ കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ട്. പിഷാരടി ട്രംപ് പറയുന്ന പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മള് കണ്ണടച്ച് കഴിഞ്ഞാൽ അത് രമേശ് പിഷാരടി ആണോ ട്രംപ് ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നും. ട്രംപ് ആണെന്നേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് മോക്കിംഗ് ആണ്, ഒരു ഇമിറ്റേഷൻ ആണ്. ഒരാൾ പറയുന്ന കേട്ട് അതുപോലെ പറയാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ലാംഗ്വേജ്. നമ്മളുടെ ധാരണ ബ്രിട്ടീഷുകാരും അവരുടെ ആക്സെന്റ് ആണ് ശരി, നമ്മളുടെ എന്തോ പ്രശ്നമാണെന്ന്. കമ്മ്യൂണിക്കേഷൻ ഒരാൾ പറയുമ്പോൾ മറ്റേയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാരിറ്റിയോടുകൂടി പറയുക എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റൈലാകണം എന്നുള്ളത് സർട്ടൻ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്റ്റൈലായിട്ട് സംസാരിക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ ഒരു
ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പകുതിയല്ല എല്ലാരും തന്നെ ഇതിൽ നിന്ന് ലീവായി പോകും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിനൊരു ക്ലാരിറ്റി വരുമ്പോഴാണ് കേൾക്കാനിരിക്കുന്നവര് കേൾക്കുള്ളൂ, അല്ലെ? അതെ. അതേ ഉള്ളൂ. ഒരു മിമിക്രിയാ ശരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട, നമ്മളെല്ലാരും പറയും. നമ്മളുടെ ഒരു ബാച്ചിലെ ഒരു മലപ്പുറത്ത് നിന്ന് ഒരു ഇത്ത ഉണ്ടായിരുന്നു, 39 years ആണ്. SLC-യും +2-വും തുല്യതാ പരീക്ഷ എഴുതിയാണ് പാസ്സായത്. തുല്യതാ പരീക്ഷ എന്ന് അറിയാലോ, പഠിക്കാൻ പറ്റും. അറിയാം. പിന്നെ ഗവൺമെന്റിന്റെ ഒരു തുല്യതാ പരീക്ഷയുണ്ട്, അപ്പൊ അതിന് പോയി പഠിച്ചതാണ്. ഇംഗ്ലീഷ് ഒട്ടും ആൾക്കറിയില്ല, വായിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങളായിട്ട് പെറുക്കിയാണ് വായിക്കുന്നത്. ബട്ട് ഒരു ഷൈനസും ഇല്ല, ഒരു ഇൻഹിബിഷനും ഇല്ല. എപ്പോ വായിക്കാമോ, ആരെങ്കിലും ഒരാൾ വായിക്കാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും റെഡിയാ, ആള് ഫ്രണ്ടിലുണ്ടാവും, ഇരുന്ന് വായിക്കും. അത് ക്ലാസ്സിലെ സപ്പോർട്ട് വേറെയും, ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഉണ്ടല്ലോ എന്ത് ഫ്ലുവന്റ് ആയിട്ടാ വായിക്കണേന്നറിയോ, ഒരു തപ്പലും ഇല്ല തടയലും ഇല്ല, നല്ല ഫ്ലുവൻസിയാണ്. നിങ്ങളൊന്നും അറിയില്ലായിരിക്കാം, ബട്ട് നല്ല ഫ്ലുവന്റ് ആയിട്ടുമായിരിക്കും. എപ്പോഴും പറയും, ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങിയത് ഈ ക്ലാസ്സിൽ വന്നിട്ടോ. മക്കളൊക്കെ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, മക്കളും ഭയങ്കര ഹാപ്പിയാ. ഓക്കെ, സോ ഇത് നമ്മളുടെ ഒരു ലേണിംഗ് പ്രോസസ് ആണ്. പേടിക്കണ്ട, ഞാനിതെല്ലാം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവണോ ആ ഒരു രീതിയല്ല. സബ്ജക്ട് സ്റ്റഡിങ് അല്ല മോണ്ടിസോറി മെത്തേഡിൽ. 10ാം ക്ലാസ്സിലെ പരീക്ഷ ഞാൻ 94-ലാണ് 10th എഴുതിയത്, 1994. ആ ക്വസ്റ്റ്യൻ എനിക്ക് ഔട്ട് ഓഫ് 600-ലാണ് മാർക്ക്, മോർ ദാൻ 500-ൽ മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കൊണ്ട് തന്നിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോറ്റു, സത്യമായിട്ട് ഞാൻ തോറ്റു. എനിക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് പറ്റൂ. ആരെങ്കിലും എഴുതോ 10th-ലെ? ഇപ്പൊ കഴിഞ്ഞവര് ചിലപ്പോ എഴുതുമായിരിക്കും. 10th-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 10 വർഷം മുമ്പ് 10th എഴുതിയവരാന്ന് വിചാരിക്കാം, എന്നിട്ട് പരീക്ഷ എഴുതുക, അന്നത്തെ പോലെ തന്നെ എല്ലാം എഴുതും. ഞാൻ ഡെഫിനറ്റ്ലി ഫെയിൽ ആവും, ഉറപ്പാണ്. അന്ന് എന്താ ചെയ്യണത്, എന്തൊക്കെയോ കാണാതെ പഠിച്ചിരുന്ന് പരീക്ഷ എഴുതി കുറെ മാർക്ക് വാങ്ങി. നമ്മളുടെ ധാരണ കുറെ മാർക്ക് എന്നുള്ളത്. അവിടെ നമ്മൾ സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു. മോണ്ടിസോറി മെത്തേഡിൽ വേണ്ടത് തിമാറ്റിക് ലേണിംഗ് ആണ്. വെരി ഗുഡ്. 1994 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ, എനിക്ക് തോന്നുന്നു അതിനുശേഷം ജനിച്ചവരൊക്കെ ഇവിടെ ഉണ്ടാവും, എത്ര വർഷങ്ങൾ നടക്കുള്ളത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ വേണ്ടത് തിമാറ്റിക് ലേണിംഗ് ആണ്. ലേണിങ്ങും സ്റ്റഡിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളെല്ലാരും ഒരു കോമ്പറ്റീഷൻ, essay കോമ്പറ്റീഷന് പോവാന്ന് വിചാരിച്ചു. കോമ്പറ്റീഷന്റെ ടോപ്പിക്, കോമ്പറ്റീഷൻ ഒരു 10 മിനിറ്റിന് മുമ്പ് നമ്മൾക്ക് എല്ലാവർക്കും തരുന്നു. ടോപ്പിക് ഇതാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ട്രീസ്. അതിന്റെ ഇമ്പോർട്ടൻസ്, അത് ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കും, അത്. ഇപ്പൊ നമുക്ക് ഒത്തിരി മീഡിയാസ് ഉണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ, എന്ത് ടോപ്പിക് കൊടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താലും ഗൂഗിൾ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമ്മളെല്ലാരും പ്രിപ്പയർ ചെയ്ത് കോമ്പറ്റീഷൻ, essay കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യും. റിസൾട്ട് വന്നു, എല്ലാവർക്കും പ്രൈസ് ഒക്കെ കിട്ടി, എല്ലാരും ഹാപ്പിയായി. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതോടുകൂടി തീരുവാണോ? ടോപ്പിക് കിട്ടി, ടോപ്പിക് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ബുക്ക് റെഫർ ചെയ്തു, നമ്മൾ ആ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തു, നമ്മൾക്ക് പ്രൈസ് കിട്ടി. നമ്മളിരുന്ന് ചിന്തിക്കുക, ഈ ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഞാൻ എന്ത് ചെയ്യും, അതിനു വേണ്ടി എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെയാണ് തിമാറ്റിക് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ പഠിച്ച കാര്യം നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ലേണിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോണ്ടിസോറി അത് തന്നെയാണ്. സാധാരണ പരീക്ഷ പോലെ പഠിച്ചിട്ട് കാണാതെ എഴുതി, കാണാതെ പഠിച്ച് കുറെ മക്കപ്പ് ചെയ്തു, കുറെ ബൈ ഹാർട്ട് ചെയ്തു, അതല്ല. ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ ഞാനൊരു ടോപ്പിക് ഈ ക്ലാസ്സിൽ എടുക്കുന്നത് പോലെ ആയിരിക്കില്ല ക്ലാസ്സിലെ കുട്ടികളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് നമ്മുടെ ക്ലാസ് പോവുക. ലൈക്ക് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ചിലപ്പോൾ റിലേറ്റബിൾ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു വീഡിയോയെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു അല്ലെ, ഒരു കുട്ടി അധ്യാപകനെ ത്രട്ടൺ ചെയ്യുന്നത്, മൊബൈൽ പിടിച്ചു വെച്ചതിന്.
അതിന്റെ ഭയങ്കര ചർച്ചയായിരുന്നു. കുട്ടിയെ ഭയങ്കര മോശമായി എല്ലാരും പറഞ്ഞു, ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു അവനെയൊക്കെ വെറുതെ വെച്ചേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ വീഡിയോയുടെ കുറച്ച് ഭാഗമേ നമ്മൾ കാണുന്നുള്ളൂ, വീഡിയോയുടെ മുമ്പ് എന്താണ് സംഭവിച്ചത്, അവൻ അങ്ങനെ പ്രതികരിക്കാനുണ്ടായ കാരണം നമുക്കറിയില്ല, അതിന് ശേഷം എന്താണ് സംഭവിച്ചത് അറിയില്ല. എല്ലാവർക്കും അറിയാവുന്ന സംഭവം അല്ലേ അത്? അതെ മാം, അതെ അതെ. അതെ മേഡം. ആ അതെ. പിന്നെ അത് ഇവിടെ ആരാണ് ശരിയെന്ന് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച സ്കൂൾ അതോറിറ്റിയാണ് അവര് ചെയ്തത് ശരിയാണോ? നമുക്ക് ഓരോന്നും പറയാൻ പറ്റില്ല. ഇവിടെ കുട്ടികൾക്ക് ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ആണ്. അവര് വല്ലാതെ പൊട്ടിത്തെറിക്കും, വയലന്റ് ആവുന്നു, അജിറ്റേറ്റഡ് ആകുന്നു. അവരുടെ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആണ്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. അവിടെയാണ് നമ്മുടെ ഇടപെടൽ വരുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവന്റെ മനസ്സിന്റെ ആരോഗ്യം. അവനും ഒരു വ്യക്തിയാണ്, അവനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. അവന്റെ ഫീലിങ്സിനെ, അവന്റെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഗുഡ് മോർണിംഗ്. നദിയ എപ്പോഴാണ് കയറിയത്? ഓക്കെ. സോ ഓൾമോസ്റ്റ് മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കുട്ടിയുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അവന്റെ മെന്റൽ ഹെൽത്ത്. ഫിസിക്കലി ഉള്ള പേഴ്സണൽ ഹൈജീൻ, മെന്റലി ഉള്ള ഹൈജീൻ. പിന്നെ നമുക്കറിയാം കുഞ്ഞു ബേബീസിന് അവർക്ക് എപ്പോഴും അസുഖം പറ്റൂലേ? അസുഖങ്ങൾ വരില്ലേ? പെട്ടെന്നായിരിക്കും അസുഖം. ചെവി വേദന, കോൾഡ്, പനി, ചുമ, അതൊക്കെ പറഞ്ഞ എന്തെങ്കിലും സ്കിന്നിങ് ഇറിറ്റേഷൻ, അങ്ങനെ പല പല അസുഖങ്ങൾ വരും. ചെറുപ്പത്തില് ഇവരുടെ ഇമ്മ്യൂണിറ്റി ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അവര് ആ എൻവയോൺമെന്റുമായിട്ട് അത്രയും ഒരു 9 months അമ്മയുടെ മോപ്പിൽ കിടന്ന ആള് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആള് പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻവയോൺമെന്റുമായിട്ടൊന്ന് അഡാപ്റ്റഡ് ആകണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവന് അസുഖങ്ങൾ വരും. അപ്പൊ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ കുറിച്ച് നമ്മൾ പഠിക്കും. അതിന്റെ പ്രിവെൻഷൻ, പ്രിക്കോഷൻ, ഗവൺമെന്റ് സൈഡിൽ നിന്ന്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ ഒക്കെ ഉണ്ടല്ലോ അത്. പിന്നെ കുട്ടികൾ സ്കൂളിലേക്ക്, അതായത് നമ്മൾക്കറിയാം ഒരു 3 വയസ്സ് വരെ ഏകദേശം കുട്ടികൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ 2.5 വയസ്സ് വരെയും വീട്ടിലാണ് അല്ലെ വളരുന്നേ. അത് കഴിയുമ്പോഴാണ് അവരെങ്ങോട്ട് പോകുന്നത്? സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പൊ കുട്ടി വളരുന്ന എൻവിയോൺമെന്റ്, ഈ എൻവിയോൺമെന്റ് നമുക്ക് 3 ഏരിയാസ് ആണ്. ഒന്ന് ഏതൊക്കെയായിരിക്കും? കുട്ടി ഇറങ്ങി ചെല്ലുന്ന 3 ഏരിയാസ് ഏതൊക്കെയാ? വീട്, സ്കൂള്, സമൂഹം. യെസ്, സൊസൈറ്റി അല്ലെ? ഈ 3 ഏരിയയിലേക്ക് കുട്ടി ചെല്ലും. അപ്പൊ ഈ 3 ഏരിയയിൽ നിന്നും കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ വരും. അതേസമയം കുട്ടിയുടെ വളർച്ചയെ തളർത്തുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റ് താഴേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, ഒരു ചെടി നല്ല വെള്ളവും വെളിച്ചവും ഇത് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്താണെങ്കിലേ അത് വളരുള്ളൂ. ശരിയായ അന്തരീക്ഷത്തിലെ പൂക്കൾ ഉണ്ടാവുള്ളൂ, കായ്കൾ ഉണ്ടാവുള്ളൂ നമ്മൾ പറയില്ലേ? അതുപോലെ തന്നെ കുട്ടികളും ശരിയായ ഒരു എൻവയോൺമെന്റില് വളർന്നു വരണം. വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ആ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, സൊസൈറ്റിയില് ബാക്കിയുള്ളവരെല്ലാം ശ്രദ്ധിക്കണം. ഈ 3 ഇടങ്ങളിൽ നിന്നും ശരിയായ ഒരു ഫാക്ടേഴ്സ് ആണ് കുട്ടിയുടെ വളർച്ചയ്ക്ക് കിട്ടുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ പോകും. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റില് പാർട്ട് 1 നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അസുഖങ്ങൾ വരുന്നത്, അതിന്റെ പ്രിവെൻഷൻ, വാക്സിനേഷൻ, പിന്നെ അതുകൂടാതെ ഗവൺമെന്റ് തലങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, ചൈൽഡ് വെൽഫെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ചൈൽഡ് ലൈനിന്റെ സപ്പോർട്ട്, പോക്സോ റൂൾ, അതെല്ലാം വരുന്നുണ്ട്. ഈവൻ ദോ കുട്ടിയെ ഫിസിക്കലി അബ്യൂസ് മാത്രമല്ല വെർബലി അബ്യൂസ് ചെയ്യുന്നതും പോക്സോ കേസിൽ ഉൾപ്പെടും. അബ്യൂസീവ് ജസ്റ്റേഴ്സ് ഒരു കുട്ടിയോട് കാണിക്കുന്നതും പോക്സോ കേസിൽ ഉൾപ്പെടും. അത് ആര് ചെയ്താലും, അതൊരു സ്ത്രീ ചെയ്താലും അബ്യൂസീവ് വേർഡ്സ് ഒരു കുട്ടിയോട് പറഞ്ഞു, പോക്സോ കേസാണ്. സോ അങ്ങനെ കുറെ വെൽഫെയർ ഉണ്ട്, വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കുട്ടിക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പാർട്ട് 1 പഠിക്കും.
പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കുട്ടികളുടെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. കുഞ്ഞു ജനിച്ചു, കുഞ്ഞിന്റെ ഓരോരോ മൂവ്മെന്റ്സ് നമ്മൾ കണ്ടു, അല്ലെ? ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്. കുറച്ച് കഴിയുമ്പോൾ എന്തൊക്കെയോ മീനിങ്ലെസ് ആയിട്ടുള്ള അക്ഷരങ്ങളൊക്കെ പറയാൻ തുടങ്ങും, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലെ? പിന്നെ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചില കാര്യങ്ങൾ തന്നെ ഇരുന്ന് ടോയ്സ് കൊണ്ട് അവരുടേതായ രീതിയിൽ ചെയ്യും. നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞ സാധനം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കില്ലേ? ഈ ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു ഓരോ മോഡൽ ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ബ്രോഷർ പോലെ ഉണ്ടാകും, അല്ലെ? അത് നോക്കി അതേപോലെ ഏതെങ്കിലും കുട്ടി ചെയ്യണം കണ്ടിട്ടുണ്ടോ? അവരുടേതായ രീതിയിൽ ഫ്ലവർ, ബട്ടർഫ്ലൈ, കാർ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാറില്ലേ? അത് അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദെയർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബുദ്ധി. അങ്ങനെ നിങ്ങൾ കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റും വളർച്ചയും ഗ്രോത്തും ഡെവലപ്മെന്റും നിങ്ങൾ പഠിക്കും. അത് കഴിയുമ്പോഴാണ് മറിയ മോണ്ടിസോറിയുടെ എൻട്രി. മറിയ മോണ്ടിസോറി വരും. മറിയ മോണ്ടിസോറി കോൺസെൻട്രേറ്റ് ചെയ്തത് 0 to 6 years ആണ്. മറിയ മോണ്ടിസോറിയുടെ സ്ഥലം ഇറ്റലിയാണ്. അറിയാമോ മറിയ മോണ്ടിസോറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അവര് ഇറ്റലിയിലുള്ള ഒരു ലേഡി ആയിരുന്നു. മറിയ മോണ്ടിസോറിയുടെ കാലഘട്ടത്തില് പെൺകുട്ടികള് വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷെ മറിയ മോണ്ടിസോറിയുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു, ആർമിയിലായിരുന്നു. അദ്ദേഹം എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ മറിയ മോണ്ടിസോറി ഇവര് അമ്മയും അച്ഛനും ഇൻട്രസ്റ്റ് എടുത്ത് തന്നെ എഡ്യൂക്കേഷൻ അക്കാദമിക്സിലേക്ക് വിടുവാണ്. അങ്ങനെ മറിയ മോണ്ടിസോറി ആദ്യം ടെക്നിക്കൽ സൈഡിലായിരുന്നു പോയത്. കുറച്ചു കഴിഞ്ഞപ്പോ അവർക്ക് മെഡിസിനോട് താല്പര്യം തോന്നി. അവര് മെഡിസിന്റെ സൈഡിലേക്ക് പോകുന്നു. അപ്പൊ മെഡിസിന് പഠിക്കാനായിട്ട് പോകുമ്പോ മറിയ മോണ്ടിസോറി ഒരു പെൺകുട്ടിയും ബാക്കി എല്ലാം ആൺകുട്ടികളായിരുന്നു. അപ്പൊ അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം മെഡിസിന് പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾക്കറിയാം മെഡിസിന് പഠിക്കുന്ന കുട്ടികള് ഡെഡ് ബോഡീസുമായിട്ട്, അനാട്ടമി സെഷൻ ഉണ്ട്, ഡെഡ് ബോഡീസുമായിട്ട് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ അവർക്ക് പഠിക്കണം. കെഡാവർ ഉണ്ടാവും, ഡെഡ് ബോഡീസ് ഉണ്ടാവും, അത് നേക്കഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആയിരിക്കും. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി നേക്കഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ അടുത്ത് കുറെ ആൺകുട്ടികളുമായിട്ട് നിൽക്കുന്ന പല ചലഞ്ചസും ആ കുട്ടി അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ എന്നാലും ഇവര് പഠിച്ചു കഴിഞ്ഞപ്പോ മറിയ മോണ്ടിസോറിക്ക് കുട്ടികളുടെ സെഷനായിരുന്നു താല്പര്യം. അങ്ങനെ ചൈൽഡ് കെയറിലാണ് അവര് കൂടുതൽ വർക്ക് ചെയ്തത്. അപ്പൊ ഇവർക്ക് കുട്ടികളുമായിട്ട് ഇവർ കൂടുതൽ അടുത്ത് ഇടപഴകി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും മനസ്സിലാകുവാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് അങ്ങനെ പലതും മനസ്സിലാകും. ഇവരാദ്യം ഏകദേശം ഒരു 60 നമ്പേഴ്സോളം വരുന്ന സ്പെഷ്യൽ കിഡ്സിനെയാണ് ഹാൻഡിൽ ചെയ്തത്. സ്പെഷ്യൽ കിഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ. സാധാരണ കുട്ടികളെ പോലെ പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ മൂവ്മെന്റ് തന്നെ പ്രശ്നമായിരിക്കും, കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഇമോഷൻസ് മനസ്സിലാവില്ല, അങ്ങനെയുള്ള കുട്ടികളാണ്. സോ അവരില് പല കാര്യങ്ങളും മറിയ മോണ്ടിസോറി എക്സ്പെരിമെന്റ് ചെയ്തു. പല പല ആക്ടിവിറ്റീസ് ആ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞപ്പോ നല്ല റിസൾട്ട് വന്നു. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് തോന്നി, എന്തുകൊണ്ട് നോർമൽ കുട്ടികളിൽ ഞാൻ ഇത് ചെയ്താൽ ഇതിലും നല്ല റിസൾട്ട് കിട്ടുമല്ലോ. കാരണം ഇവിടെ ചിന്തിക്കാൻ വളരെ ലോ ലെവലിലുള്ള കുട്ടികളിൽ ചെയ്തപ്പോ തന്നെ നല്ല റിസൾട്ട് വരുവാണ്. സോ എന്തുകൊണ്ട് സാധാരണ കുട്ടികളെ ചെയ്തുകൂടാ എന്നിവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ ഒരു ജീവിത സാഹചര്യം, അല്ലെ? വളരെ എഡ്യൂക്കേഷണലി വളരെ ലോ ആയിരിക്കും, ഫിനാൻഷ്യലി പുവർ ആയിരിക്കും. അപ്പൊ അവിടെ ബോത്ത് പാരന്റ്സ്, അച്ഛനും അമ്മയും അന്നന്നത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. ഇവർ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവരുടെ കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും. അങ്ങനെ കണ്ടപ്പോ ലോക്കൽ അതോറിറ്റി ഈ മറിയ മോണ്ടിസോറി ഓൾറെഡി ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇന്റർവെൻഷൻ നടത്തി സക്സസ് ആയല്ലോ. ലോക്കൽ അതോറിറ്റീസ്, അതായത് ഗവൺമെന്റ്, മേ ബി മേയർ ഒക്കെ ആയിരിക്കാം അവിടെ ആ സമയത്ത്, ഗവൺമെന്റ് മറിയ മോണ്ടിസോറി അപ്രോച്ച് ചെയ്യുവാണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രഷ് എന്ന് പറഞ്ഞറിയാലോ, ഒരു ഡേ കെയർ സെന്റർ തുടങ്ങാനായിട്ട് പറഞ്ഞു. മറിയ മോണ്ടിസോറി ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണ്ടിസോറി സ്കൂൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പേര് കാസ ഡെ ബാംബിനി എന്നായിരുന്നു. കാസ ഡെ ബാംബിനി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ആണ് വേർഡ്. ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് അതിന്റെ മീനിങ്. അതായത് സ്കൂൾ നടുന്നതിന് പകരം അവരതിനെ അങ്ങനെ വിളിച്ചു, കാസ ഡെ ബാംബിനി ചിൽഡ്രൻസ് ഹൗസ്.
അങ്ങനെ ഈ കുട്ടികളെ കൊണ്ടുവരികയാണ്. സ്ലം ഏരിയയിലെ കുട്ടികളാണ്. അവരുടെ ജീവിത ആ ഒരു സോഷ്യൽ ലെവൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെന്റാ. അവര് പലതും ഡിസ്ട്രക്റ്റീവ് നേച്ചർ ആയിട്ടുള്ള കുട്ടികളായിരുന്നു. കൈ കിട്ടുന്നതൊക്കെ നശിപ്പിക്കുക, പിന്നെ വയലന്റ് നേച്ചർ, അജിറ്റേറ്റിംഗ്, പിന്നെ അൺഫ്രണ്ട്ലി ആയിരുന്നു, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത നേച്ചർ. പലരുടെയും ഹൈജീൻ ലെവൽ തന്നെ വളരെ മോശം. അപ്പൊ മറിയ മോണ്ടിസോറി ഈ മോണ്ടിസോറി സ്കൂളിലെ എൻവയോൺമെന്റ് ആ കുട്ടികളുടെ രീതിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്തു, മോഡിഫൈ ചെയ്തു. മറിയ മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 ഏരിയയാണ്: പ്രാക്ടിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, കൾച്ചറൽ ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ. ഇങ്ങനെ 5 ഏരിയ. നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട്, ഞാൻ ഇന്ന് ഇൻട്രോയിൽ പറയുന്നേ. 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ നമ്മളുടെ വീട്ടില് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലം എവിടെയാ? രാവിലെ എണീക്കുമ്പോ കിച്ചൺ ലൈഫ് ഏരിയ. മറിയ മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ ആണ്. അവിടെ കുട്ടികളെ വെള്ളം ജഗ്ഗിൽ നിറയ്ക്കുന്നു, ഇത് കടല, പയർ, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യുന്നു. അതൊക്കെയാണ് ഇപ്പൊ ഞാനിപ്പോ ശ്രീലക്ഷ്മിയോട് പറയാം, ഒരു പാക്കറ്റ് കടല ഇരിക്കുന്നുണ്ട്, അതൊരു ജാറിലേക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിക്ക് ഇൻട്രസ്റ്റ് തോന്നുമോ? ശ്രീലക്ഷ്മിയുടെ ഉദ്ദേശം എന്താ? എത്രയും പെട്ടെന്ന് ആ കണ്ടെയ്നറിലേക്ക് കടല നിറയ്ക്കുക. എൻഡ് റിസൾട്ട് ആണ് നമുക്ക്, അല്ലെ? നമ്മളോട് പറഞ്ഞേൽപ്പിച്ച ജോലിയുടെ എൻഡ് റിസൾട്ട് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ കുട്ടികളോ, അവർക്ക് ഏതാണ്ട് ഒരു പ്രിവിലേജ് കിട്ടിയതുപോലെ, എന്നെ ഏൽപ്പിച്ചല്ലോ, ലൈക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവർ എൻജോയ് ചെയ്യും. ആ മൊമെന്റ് തുടങ്ങി അവർ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യും. അവരത് ചെയ്ത് അത് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യും. കുഞ്ഞു കൈകളാണ് ഇത്, നമ്മളെ പോലെ അല്ല, വലിപ്പമില്ല കൈകൾക്ക്. അപ്പൊ അവര് ചെയ്യുമ്പോൾ 1 or 2 കടലയൊക്കെ പുറത്തേക്ക് പോകും. അപ്പം നമ്മൾ അവരെ ശാസിക്കാതെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാം. ഓരോ പ്രായമാകുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു മാറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു ട്രേ വെക്കുക, വലിയ ട്രേ വെക്കുക. നമ്മളും അങ്ങനെ ചെയ്യാറില്ലേ? പുറത്തേക്ക് പോവാതിരിക്കാൻ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് മുളക് പൊടിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ഒരു വലിയ ട്രേ വെക്കുക. അപ്പൊ ട്രേയിലേക്കായിരിക്കും ഈ കടല 1 or 2 ഒക്കെ തെറിച്ച് വീഴുന്നത്. നിലത്ത് വീണാൽ നമ്മൾ അത് എടുക്കില്ല എന്നുള്ളത് കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കണം. ട്രേ നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രെയിനെടുത്ത് പിക്ക് ചെയ്ത് അവരിടും. അവർ ഭയങ്കര ഹാപ്പി ആവും ആ ഒരു പ്രോസസ് കഴിയുമ്പോൾ. ജഗ്ഗില് വെള്ളം നിറയ്ക്കുമ്പോ ഇങ്ങനെ തുളുമ്പി പുറത്തേക്ക് പോകും. നമ്മളൊരു ഫണൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആവും. അതേസമയം നമ്മൾ വഴക്ക് പറഞ്ഞ അവിടെ മുഴുവൻ വെള്ളമാക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗിൽട്ടി ഫീലിംഗ് ആയിട്ട് അവരുടെ ഉള്ളിൽ കിടക്കും. സോ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ കിച്ചണിൽ ഇതുപോലെ അവരുടെ ഏജിനനുസരിച്ച് ഓരോന്ന് ചെയ്യിക്കാം. അതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. പിന്നെ സെൻസോറിയൽ ഏരിയ. നമുക്ക് എത്ര സെൻസ് ഉണ്ട്? 5. ഏതൊക്കെയാണ്? നോസ്, ഐസ്, ഇയേഴ്സ്. നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് അല്ലെ? അതെല്ലാം സെൻസ് ഓർഗൻസ് ആണ്. നമ്മുടെ വിഷ്വൽ കണ്ണ്, നമ്മൾ കേൾക്കുന്നത് ഓഡിറ്ററി, നമ്മൾ സ്മെല് ചെയ്യുന്നത് ഓൾഫാക്ടറി, പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് ഗസ്റ്റേറ്ററി അല്ലെ? പിന്നെ ടച്ച് ചെയ്യുന്നത് സ്കിൻ. അതായത് ടാക്ടൈൽ സെൻസ് എന്ന് പറയും. ഈ ടാക്ടൈൽ സെൻസിനെ നമ്മൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിനസ്തെറ്റിക് സെൻസ് എന്നാ പറയുന്നത്. അതായത് ഞാൻ ജിസ്നയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു. അപ്പൊ എന്റെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ കുറച്ച് സമയം ഞാൻ കൈ വെക്കുമ്പോൾ ജിസ്നയ്ക്ക് ഫീൽ ചെയ്യും, ആ ഒരു ചൂട് ഫീൽ ചെയ്യും അല്ലെ? ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. തെർമിക് സെൻസ്. നമ്മുടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ നിങ്ങൾ ഫീൽ ചെയ്യുക സ്കിൻ എന്നൊക്കെ പറഞ്ഞത് വരുന്നതാണ് ടെമ്പറേച്ചർ ഫീൽ ചെയ്യാം, തെർമിക് സെൻസ്. ഞാൻ നല്ല പ്രഷർ കൊടുക്കുക, മുറുക്ക പിടിക്കുക, ജിസ്നക്ക് ചെറുതായിട്ടൊരു പെയിൻ തോന്നും, പ്രഷർ ഫീൽ ചെയ്യുന്നു അല്ലെ? പ്രഷർ ഫീൽ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോ അതിന്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ? ബാരിക് സെൻസ്. പിന്നെ റഫ്, സ്മൂത്ത് ടച്ച് ചെയ്യുമ്പോൾ ടാക്ടൈൽ സെൻസ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കും, നമുക്ക് വരുന്നുണ്ട്, ഇതെല്ലാം ഏരിയാസും വരുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ്. അപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ എന്ന് പറഞ്ഞ സെൻസിറ്റീവ് പീരീഡ് ആണ് കുഞ്ഞു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുറ്റും അറിയില്ലേ, നമ്മള് ഇങ്ങനെ കുട്ടികൾ ആരെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും 2 പേര് നമ്മൾ സംസാരിക്കുന്ന നമ്മൾ പറയും മിണ്ടാതിരിക്കും ഫുൾ പിടിച്ചെടുക്കുന്ന നമ്മൾ പറയില്ലേ?
അവരുടെ സെൻസസ് അത്രയും ഷാർപ്പാണ്. ഒരു കാഴ്ച, കേൾവി, അവർ കാണുന്നത്, കേൾക്കുന്നത്, ടച്ച് ചെയ്യുന്നതൊക്കെ അവർക്ക് അവരുടെ നല്ല ഓർമ്മയിലിരിക്കും. അവര് കണ്ടില്ല, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം തിരിച്ചു മറിച്ച് നോക്കും, നിലത്തിട്ട് കുടിച്ചു നോക്കും, എറിഞ്ഞു നോക്കും, കടിച്ചു നോക്കും. അവരെല്ലാ സെൻസസും യൂസ് ചെയ്യുക. അപ്പൊ അവരുടെ എല്ലാ സെൻസസും അവർ യൂസ് ചെയ്യും. യെസ് സൗമ്യ, ഐ നോട്ട് സ്കിൻ ടച്ച്, യെസ്. അപ്പൊ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ട് വളരുവാണ് അവര്. അതിന് പറ്റുന്ന ഏരിയ മറിയാം മോണ്ടിസോറി ക്രിയേറ്റ് ചെയ്തു. ദെൻ ചെയ്തത് ലാംഗ്വേജ് ഏരിയ. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏത് ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്താലും അതിന്റെ ബോണസ് ആയിട്ട്, ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ലാംഗ്വേജ്. നമ്മളൊരു കുഞ്ഞിനെ കളർ പഠിപ്പിക്കാന്ന് വിചാരിച്ചു. നമ്മളുടെ കയ്യിൽ 2 കളറിലുള്ള ഒരു എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം, ബ്ലൂവും റെഡും. അപ്പൊ ആദ്യം കുട്ടിയുടെ മുമ്പിൽ ബ്ലൂ കൊണ്ടുവച്ചിട്ട് ദിസ് ഇസ് ബ്ലൂ എന്ന് നമ്മൾ പറയുന്നു. സോ കുട്ടി അത് കേൾക്കുക, അതിങ്ങനെ അതിന്റെ ഓർമ്മയിൽ വരിക, ദിസ് ഇസ് ബ്ലൂ. ആ ബ്ലൂവിനെ നമ്മൾ പെട്ടെന്ന് മാറ്റിയിട്ട് റെഡ് കളർ വെച്ചു, ദിസ് ഇസ് റെഡ് എന്ന് പറയുമ്പോഴേക്കും അത് പെട്ടെന്ന് അതിന്റെ മനസ്സിലേക്ക് വരും. അത് കഴിഞ്ഞ് 2 ഫ്രണ്ടിൽ വെച്ചിട്ട് വിച്ച് ഇസ് ബ്ലൂ എന്ന് ചോദിക്കുക. അപ്പൊ കുട്ടിക്ക് എന്താ, ഈ സ്റ്റേറ്റ്മെന്റ് മുഴുവനും ഇവന്റെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ അവന് പറയാൻ അറിയുക ദിസ് ഇസ് ബ്ലൂ. അവനവിടെ കളർ പഠിക്കും, അതിന്റെ ഒപ്പം സെന്റൻസ് പറയാൻ പഠിക്കും. സോ ലാംഗ്വേജ് എല്ലാത്തിന്റെയും ബൈ പ്രോഡക്റ്റ് ആണ്. ഏതൊരു ഏരിയയിൽ ചെല്ലുമ്പോഴും ലാംഗ്വേജ് ബൈ പ്രോഡക്റ്റ് ആണ്. ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ലാംഗ്വേജ്. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ അനാലിസിസ്, മാത്തമാറ്റിക്കൽ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് എത്ര അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട്? 4. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇച്ചിരിയും കൂടെ ഒന്ന് വലുതാവണം അല്ലെ. അപ്പം ഈ ആദ്യം പറഞ്ഞ പ്രാക്ടിക്കൽ ഏരിയ തുടങ്ങി, സെൻസോറിയൽ ഏരിയ, അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ലാംഗ്വേജ് ഏരിയ വന്നിട്ട് പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ. കൾച്ചറൽ ഏരിയ നത്തിങ് ബട്ട് സയൻസ് ഏരിയ ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. അതായത് അവിടെയൊക്കെ ഗ്ലോബ്, മാപ്പ്, അങ്ങനെയൊക്കെ ഒരു അത് ഫെമിലറൈസേഷനാണ്. പിന്നെ അതുപോലെ തന്നെ സോളാർ സിസ്റ്റത്തിന്റെ പടം ഉണ്ടാകും, മോഡൽസ് ഉണ്ടാകും. അതൊക്കെ അത് വലിയ അത്ര പ്രശ്നമൊന്നുമില്ല. മ്യൂസിക്കൽ ഏരിയ ഉണ്ടാകും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും. അത് മെയിൻ ആയിട്ടും സെൻസോറിയൽ ഏരിയയും പ്രാക്ടിക്കൽ ഏരിയയും വരും. അതിന്റെ പുറകെ ലാംഗ്വേജും മാത്തമാറ്റിക്കൽ ഏരിയയും വരും. ഈ സയൻസ് ഏരിയയില് ഈ പറയുന്ന ചില മോണ്ടിസോറി സ്കൂളുകളിലെ പെറ്റ്സ് ഉണ്ടാകും. പിന്നെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാകും, കുട്ടികളെ കൊണ്ട് ചെടി നടിയിക്കും. പിന്നെ സാൻഡ് പിറ്റ് ഉണ്ടാകും, കുട്ടികളെ കൊണ്ട് കാലുകൊണ്ട് മണ്ണ് കുഴയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യിക്കും. പിന്നെ വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാകും, പൂള് പോലെയൊക്കെ ഉണ്ടാകും. പറ്റുമ്പോൾ നമ്മുടെ കോഴ്സ് തുടങ്ങി കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും. ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ. അപ്പോ ഓൺലൈൻ ആണ്, നിങ്ങൾക്ക് MCQ ആണ്. എല്ലാ യൂണിറ്റിനും മോക്ക് ടെസ്റ്റ് തരും. 5 ക്വസ്റ്റ്യനോ 6 ക്വസ്റ്റ്യനോ ഒക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ അങ്ങനെ തരും. അപ്പൊ ഇത് MCQ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുമായിട്ട് ഓഫ്ലൈനിലെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. ഓഫ്ലൈനുമായിട്ടൊരു ഡിഫറൻസ് തോന്നാതിരിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഓഫ്ലൈൻ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു എക്സാം. എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക് ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ്റെയും ഇതും കിട്ടും, ഓഫ്ലൈൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. സോ ആ ഒരു കണ്ടന്റ് മനസ്സിലാകും. സോ അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാകും. അതുപോലെ ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കണം. അതൊക്കെ ക്ലാസ് ആകുമ്പോഴേക്കും ടീച്ചർമാർ പറഞ്ഞു തരും. ലൈക്ക് നമുക്കൊരു കുട്ടിയോട് കഥ പറഞ്ഞു കൊടുക്കണം. നമ്മൾ എങ്ങനെയാ കഥ പറയാ? ആ കഥയിലെ ക്യാരക്ടേഴ്സിന്റെ മാസ്ക് കയ്യിലുണ്ടെങ്കിൽ, ഫേസ് മാസ്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈവ്ലി ആകില്ലേ? സോ യെസ്, ഇപ്പൊ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു കഥയുണ്ട്, അതിലെ ക്യാരക്ടേഴ്സിന്റെ മാസ്ക് കൊണ്ടുപോകും, കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ അങ്ങ് ഇൻവോൾവ് ആകും. അല്ലാതെ അവർക്ക് അങ്ങനെ കേട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം അതായിരിക്കും. അതൊക്കെ ഓരോ ക്ലാസ് വരുമ്പോൾ മനസ്സിലാവും. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മോണ്ടിസോറി PGയും ഡിപ്ലോമയും തമ്മിലുള്ള മാറ്റം എന്താ? ഞാൻ 10th വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് PG ആണോ ഡിപ്ലോമ ആണോ എടുക്കാൻ നല്ലത്? കഴിയോ PG എടുത്താല്? PG എടുക്കാൻ പറ്റില്ലല്ലോ. 10th വരെയുള്ളവർക്ക് PG പറ്റില്ല. ഡിഗ്രി കഴിയണ്ടേ PG എടുക്കണമെങ്കിൽ?
അപ്പൊ ഡിപ്ലോമയുടെ ബുക്ക് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതെ അതെ, നിങ്ങൾക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, എല്ലാരും ബുക്ക് വാങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ലതാണ്, നമുക്കൊരു റെഫറൻസ് ആണ് കേട്ടോ. പിന്നെ PG ആയിട്ടുള്ള വ്യത്യാസം പറയാം. നമുക്ക് മോഡ്യൂൾ 1 ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ മാനേജ്മെന്റ് ആണ്. PG ക്ലാസ് ആൻഡ് ഡിപ്ലോമ ക്ലാസ് ഒരുപോലെയല്ല. ഡിപ്ലോമയിൽ നമുക്ക് മോണ്ടിസോറി മെത്തേഡ് കൂടുതൽ വരുന്നുണ്ട്. PG ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ, അതായത് നിങ്ങൾ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അറിയേണ്ട കുറെ കാര്യങ്ങളില്ലേ, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, സ്കൂളിന്റെ പ്രമിസസ് എങ്ങനെയായിരിക്കണം, കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരും. അതായത് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കില്ലേ. ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം അറിയണം, അതാണ് PG ടോപ്പിക്കിൽ വരുന്നത്. ഇതിന്റെ ഒരു ചെറിയ ഭാഗം ഡിപ്ലോമയുടെ മോഡ്യൂൾ 1 ലാസ്റ്റ് പാർട്ടിലുണ്ട്. അതിന്റെ ഇലാബറേറ്റഡ് ആയിട്ടാണ് PG വരുന്നത്. ഓക്കെ, ഈ ഡിപ്ലോമ പഠിച്ചാൽ LKG UKG മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളുടെ പെർഫോമൻസ് നോക്കി ആ സ്കൂളുകാർക്ക് താല്പര്യപ്പെടുവാണെങ്കിൽ അവർ 4th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് നമ്മളെ പഠിപ്പിച്ചോളാൻ പറയുമ്പോൾ, അങ്ങനെ എന്റെ ബാച്ചിലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞേ. നമ്മുടെ പെർഫോമൻസ് ഇവിടെ, ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്റെ അടുത്ത് മാർക്ക് ലിസ്റ്റോ സർട്ടിഫിക്കറ്റോ ഇതുവരെ ചോദിച്ചിട്ടില്ലായിരുന്നു. സബ്മിറ്റ് ചെയ്യാനോ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ പെർഫോമൻസ്, നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോ, അവർക്ക് അത് മതി, അല്ലാണ്ട് മാർക്ക് അതൊന്നും ചെയ്യരുത്. പക്ഷെ ചില സ്കൂളുകൾക്ക് മാനേജ്മെന്റ് അതൊരു ക്രൈറ്റീരിയ ആണ്, നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ഡിപ്പെൻസ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ അതിന്റെ മാഡം ചൈനക്കാരിയായിരുന്നു, സാറിന്റെ വൈഫ്. അവരെ സംബന്ധിച്ച് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, സോ അവർക്ക് മാർക്കൊന്നും ഒരു ഇതില്ല. പക്ഷെ ഇത് പഠിച്ച ആളായിരിക്കണം എന്നുണ്ടായിരുന്നു. മോണ്ടിസോറിയെ കുറിച്ച് ഒന്നും അറിയാത്ത ആരെയും അവരവിടെ എടുത്തിട്ടില്ല. നമ്മുടെ ക്ലാസ് ഏതെല്ലാം ദിവസം ഉള്ളത് ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ടൈം തന്നിട്ടില്ലേ? 12 to 1 അല്ലേ? Monday to Friday ആണ് ക്ലാസ്. അറിയിക്കൊണ്ടോ എല്ലാതോ? എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് മാം. പക്ഷെ എനിക്ക് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഡിപ്ലോമ എടുത്തത്. ഞാൻ ഡിഗ്രി മാത്സ് ആയിരുന്നു. PG-യിലേക്ക് ഇല്ല, അപ്പോഴായിരുന്നു കല്യാണം. പിന്നെ ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ആർമി ക്വാർട്ടേഴ്സിലോട്ടേക്ക് പോകുന്നു. ഇതൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് ടെൻഷനായി, അയ്യോ ഞാൻ പഠിക്കുന്നില്ല എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. ഉണ്ടോ? ഒരിക്കലുമില്ല മാഡം, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടിയതേ ഉള്ളൂ. ആണോ? താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഈ ജേണി നമുക്ക് ഈ ജേണി അപ്പൊ മാം ഒരു ഡൗട്ട്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇനി PG-യിലേക്ക് വീണ്ടും പഠിക്കാൻ പറ്റുമോ? പിന്നെന്താ, നമുക്ക് എക്സ്ട്രാ 2 സബ്ജക്ട് വരുന്നേ ഉള്ളൂ. അതൊന്ന് ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പൊ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം PG ചെയ്യാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിനൊപ്പം തന്നെ അതങ്ങ് ജോയിൻ ചെയ്ത് വെച്ചു. കാരണം വെച്ചാല് നമുക്ക് 6 സബ്ജക്ട് കോമൺ ടു ഡിപ്ലോമ ആൻഡ് PG. PGക്ക് എക്സ്ട്രാ 2 സബ്ജക്ട്സ് അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞല്ലോ ഡിപ്ലോമ PG ആ ഒരു ഡിഫറൻസ് തോന്നാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് PG-ക്കാർക്ക് മാത്രം ഒരു അസൈൻമെന്റ് അന്ന് തന്നിരുന്നു മാം. ഞാൻ പക്ഷെ ക്ലാസ്സിൽ ഡിപ്ലോമക്കാർക്കും കൂടെ ആ അസൈൻമെന്റ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും ആ ഒരു PG-യുടെ ആ ഒരു പോർഷനെ കുറിച്ച്. ആ അസൈൻമെന്റ് 2 പേരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. ബട്ട് സർട്ടിഫിക്കറ്റ് വ്യത്യാസം, പക്ഷെ കണ്ടന്റ് ഓൾമോസ്റ്റ് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അസൈൻമെന്റ് കൊടുക്കുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഡിഗ്രി ഫൈനൽ ഇയർ ആയിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് എന്തോ ചുരുങ്ങി കൂടി. ഇതൊരു നല്ലൊരു അവസരമാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ചെറുപ്പം മുതല്. പക്ഷെ അതിലേക്ക് പിന്നെ നമുക്ക് സംസാരിക്കാൻ ഈ പറയുന്ന മാതിരി ഇപ്പോഴും ഒരു തടസ്സം മാതിരിയാണ് മറ്റുള്ളവരുടെ. അപ്പൊ എനിക്ക് തോന്നുന്നു കാണുന്ന പേര് അതാണോ, ഷമ്മി തന്നെയാണോ? അതെ ഷമ്മി. എനിക്ക് തോന്നുന്നു ഷമ്മിക്ക് നമ്മളെ കുറെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരെ ഡെഫിനറ്റ്ലി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. പരസ്പരം അതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇംഗ്ലീഷ് സംസാരിക്കാൻ. ചെയ്യാറുണ്ട്.
അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇതിലേക്ക് കൂടുതൽ വരാനുള്ള ഒരു ആഗ്രഹം. എനിക്കൊരു മോളാ ഉള്ളത്. മോള് ഇപ്പൊ +2 കഴിയും ഈ ഇയർ. അപ്പൊ പിന്നെ ഇവള് ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒതുങ്ങി കൂടണം. അപ്പൊ അതിൽ നിന്ന് ഒരു ചേഞ്ച് ആണ് പെട്ടെന്ന് ഇത് കൂടരുത്, എല്ലാരും പുറത്തേക്ക് ഇറങ്ങണം. അതെ ആഗ്രഹം മെന്റലി അതൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിരിക്കും ഈ ഒരു നമ്മളുടെ ആ ഒരു ഹെൽത്ത് തന്നെ മാറും കേട്ടോ. അത് തന്നെ അതിൽ തന്നെ വ്യത്യാസം വരും, നിങ്ങൾക്ക് അനുഭവിക്കും. നമ്മുടെ ഡെവലപ്പ് ഒരു കൾച്ചർ. ഓൺലൈൻ ക്ലാസ് പങ്കെടുക്കുക, ഒരു ദിവസം കട്ടാക്കിയിട്ട് പിറ്റേ ദിവസം അത് കാണാൻ പറ്റുമോ? റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ടാവും. അത് എന്ന് വേണമെങ്കിലും കാണാം. റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. കുഞ്ഞു കുട്ടിയുണ്ട്, 2 വയസ്സുണ്ട്, ഇളയ മോക്കെ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അവള് പ്രശ്നമാക്കി എനിക്ക് കട്ടാക്കി പോകേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചത്. ഇവിടെ അമ്മമാരുടെ കൂടെ കുഞ്ഞുങ്ങൾ ഇരിക്കും. ഏതമ്മക്ക് കിട്ടുമോ ഭാഗ്യം? 2 മാസത്തിന്റെ കുഞ്ഞിപ്പോ മുഖം നോക്കിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാരതും. അവൾക്ക് അതൊന്നും ഇപ്പൊ അറിയാനായാലോ, അപ്പൊ എല്ലാരും നോക്കിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആദ്യം എന്റെ മലയാളം കുറച്ച് ഡിഫറെന്റ് ഉണ്ടാവും, എനക്ക് മലയാളം തീരെ അറിയാലോ. ഇവൻ ഞാനും BCA കഴിഞ്ഞു, എന്റെ ഡിഗ്രി BCA കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കേരളക്ക് വന്നത്. അപ്പൊ ലാംഗ്വേജ് ഓൾമോസ്റ്റ് 3 ലാംഗ്വേജ് എനക്ക് വരുന്നുണ്ടായി. ഇംഗ്ലീഷ്, ഹിന്ദി, ഓൾറെഡി ഞങ്ങളെ കർണാടകത്തിന്റെ ലാംഗ്വേജ്, പിന്നെ മലയാളം ആദ്യമായിട്ട് ഞാൻ ആടെ പോയിട്ട് പഠിക്കാനായത്. അപ്പൊ അതിന് ഇപ്പൊ 9 കൊല്ലത്തിൽ പഠിക്കുമ്പോ എന്റെ ഈ 2 ലാംഗ്വേജ് ഫുള്ളായിട്ട് പോയി. ഇംഗ്ലീഷും പിന്നെ ഹിന്ദിയും പോയി. അപ്പൊ എന്റെ ആദ്യത്തെ മോള് വന്നു, അവള് ഹിന്ദിയില് ഇപ്പൊ 6 years അവക്ക്. ബട്ട് അവ ഹിന്ദിയില് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാനും അവള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായി. ഇപ്പൊ ഈടെ കർണാടക കൊണ്ടിട്ടിട്ട് അവളെ മലയാളം പോയി, ഹിന്ദിയും പോയി, മൊത്തത്തിൽ എല്ലാം പോയിട്ട് ഇപ്പൊ ഇങ്ങനെ ഇല്ല നമ്മ. ഞാൻ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ കാരണം തന്നെ എന്റെ കുഞ്ഞിക്ക് ആഗ്രഹം അധികം. മമ്മി നീയു ബാ സ്കൂളിൽ, എല്ലാരും അമ്മമാര് ടീച്ചറായിട്ട് വന്നിട്ടുണ്ട്, നീയു ഇവിടെ മുണ്ടാതെ വീട്ടിലിരിക്കുന്നതല്ലമ്മേ, നീ എന്തായാലും കോഴ്സൊക്കെ ജോയിൻ ആവും, ടീച്ചറാവും നീ. അത് അവളെ ഇൻട്രസ്റ്റ് വേണായിട്ടാ ഞാനിപ്പോ അധികമായിട്ട് ഇല്ലത്. കഴിഞ്ഞ കൊല്ലേ ജോയിൻ ചെയ്തു. അപ്പൊ കൺസീവ് ആയതുകൊണ്ട് പ്രോബ്ലം എല്ലാം ആയിട്ട് അഡ്മിറ്റ് ആയതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞ കൊല്ലത്തെ ബാച്ച്. അപ്പൊ ഈ കൊല്ലം ആദ്യമായിട്ട് ചോദിച്ചു. അപ്പൊ ഉണ്ട് എന്ന് പറയുമ്പോ പെട്ടെന്ന് ജോയിൻ ചെയ്തു. 2 മാസം നോക്കുന്നതും വേണ്ട, ക്ലാസ് എത്ര കിട്ടി അത്രയില് ഇംപ്രൂവ് ചെയ്യാന്ന് അത്ര തന്നെ ഇല്ലു. എനക്കും ആഗ്രഹം ഇല്ലത് അധികം ലാംഗ്വേജ് ആദ്യ ലാംഗ്വേജ് പഠിക്കണമെന്നേ ഇല്ലു. ഇപ്പൊ പിന്നെ ആ കുഞ്ഞുങ്ങളും വേഗം കുഞ്ഞുങ്ങൾക്ക് കണക്ട് ആവും ഞാന്. അപ്പൊ കുഞ്ഞധികം വരും, എല്ലാരും ഫ്രണ്ട് ആവല്ലമ്മ, നീ വേഗം വന്നിട്ട് ജോയിൻ ചെയ്തോന്ന്. അവക്ക് വേണായിട്ടാ ഇപ്പൊ അധികം ഞാൻ ഈ ക്ലാസ്സിലുള്ളത്. Perfect decision, Ankita. I hope this will be your turning point in your life. ഒബ്വിയസ്ലി. എന്തും പറഞ്ഞ ഡിഗ്രി BCA കഴിഞ്ഞിട്ട് MCA ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞില്ല, കല്യാണം കഴിഞ്ഞു, അങ്ങോട്ട് പോയി. ഏട്ടൻ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അവിടെ ഭയങ്കര പ്രോബ്ലം ആയത് മലയാളം വായിക്കാനും അറിയാലോ, മുണ്ടാനും അറിയുന്നില്ല. അതാ പ്രോബ്ലം ആയിട്ട് എഡ്യൂക്കേഷൻ പകുതിയിലായി. പിന്നെ കുഞ്ഞിനെ നോക്കുന്നതായി. അപ്പൊ ജോബിക്ക് പോകുന്നില്ല, കുഞ്ഞിനെ നോക്കാനും അല്ല. ഇതായതുകൊണ്ട് ഇപ്പൊ ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാവർക്കും അധികം അമ്മമാർക്ക് എല്ലാവർക്കും പ്ലസ് പോയിന്റ് എന്ന് പറയാം. അവിടെ പുറത്ത് പോകണ്ടല്ലോ, കുഞ്ഞിനെ വിട്ടിട്ടും പോകണ്ട, വേറെ വീട്ടില് പണിയാക്കിയിട്ടൊന്നും ഇല്ല. അപ്പൊ ഓക്കെ, ഇത് ഓൺലൈൻ ക്ലാസ് പ്ലസ് ഒന്നും ആയി എല്ലാവർക്കും. സോ എല്ലാരും തന്നെ ഓൺലൈൻ തന്നെ വരണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. ചിലർക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് റെക്കോർഡ് ക്ലാസ് കാണേണ്ടതായിട്ട് വരും. എന്നാലും നമ്മള് കണക്റ്റഡ് ആയിരിക്കണം കേട്ടോ എല്ലാരും തമ്മില്, കുട്ടികളും ടീച്ചേഴ്സും. നിങ്ങൾ ട്രെയിനീസ്, ഞാൻ ട്രെയിനീസ് എന്നാണ് പൊതുവെ പറയുന്നത്, സ്റ്റുഡൻസ് എന്ന് പറയാറില്ല. നിങ്ങളെല്ലാം ഞാൻ ട്രെയിനീസ് എന്ന് പറയും. ട്രെയിനീസ് എല്ലാവരും കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ കാര്യങ്ങള് നമ്മള് ഇപ്പൊ ഡിപ്ലോമ കഴിഞ്ഞിട്ട് PG എടുക്കണമെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് +1ഉം +2ഉം മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ നമ്മൾ 3 year ഹൈ ഡിഗ്രി കൂടെ വേണോ? ഡിഗ്രി കഴിഞ്ഞിട്ടാണ് PG ഡിപ്ലോമ എന്നാണ് എന്റെ ഒരു അറിവ്. ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ജയദേവ് സാറിന്റെ. സാർ അപ്പൊ ഈ എല്ലാ ഡൗട്ട്സും അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് റിലേറ്റഡ്, കോഴ്സ് റിലേറ്റഡ്, ബാക്കിയുള്ള ഡൗട്ട്സ്, കോഴ്സ് കണ്ടന്റ് റിലേറ്റഡ് എന്തും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. കോഴ്സ് റിലേറ്റഡ്, ഓഫീസിലെ കാര്യങ്ങള്, ഫീസ് സ്ട്രക്ചർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജയദേവ് സാർ ഒരു ക്ലാസ് ഉടനെ തരും കേട്ടോ.
ഓക്കെ ഓക്കെ താങ്ക് യു. ചോദിച്ചോളൂ. പിന്നൊരു കാര്യം ചോദിക്കാൻ ആ. ഞങ്ങള് മലയാളം മീഡിയം പഠിച്ചവർക്ക് ഇപ്പൊ എങ്ങനെയാ ടെക്സ്റ്റ് ഒക്കെ? മലയാളത്തിലോ അതോ ഇംഗ്ലീഷിലോ എങ്ങനെയാ? ടെക്സ്റ്റ് ഇംഗ്ലീഷിലാണ്. ഷീബയാണോ? ഷീബ. ഷീബ ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ തന്നെയാണ്. ബട്ട് അത് ഓർത്ത് ടെൻഷൻ വേണ്ട. അതിലെ കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. മനസ്സിലായോ? അല്ലാതെ ആദ്യം വായിച്ചു വെച്ച് ടെൻഷൻ ആവണ്ട. നമ്മൾ അത് ക്ലാസ്സിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യും. നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോഴേക്കും പിന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ അതിന് വേണ്ടുന്ന ചില ടൂൾസ്, അതിലെ മീനിങ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ടൂളൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അല്ല, ഒരു ടെൻഷൻ ഉണ്ട്. നമ്മൾ മലയാളം മീഡിയം പഠിച്ചല്ലേ, ഇനി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഒക്കെ ഇംഗ്ലീഷിൽ വരുന്നുണ്ടാവും എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊത്ത് പേടിക്കേണ്ട. ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇതിന്റെ മോണ്ടിസോറിയുടെ മീഡിയം ഇംഗ്ലീഷിലാണ് ശരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും കുറെ ഡൗട്ട്സ് ഉണ്ടാവും. നമുക്ക് ക്ലാസ്സിൽ അത് കാണാം. നിങ്ങൾക്ക് ഓരോ വേറെ ടീച്ചേഴ്സ് ഉണ്ട്, അവര് വരും. ഒരു ദിവസം ഐ തിങ്ക് എന്റെ ഒരു ക്ലാസ് ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. സോ വി ക്യാൻ മീറ്റ് ഇൻ ദ ക്ലാസ്. സോ നമുക്ക് ഈ ജേർണി നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 year കോഴ്സ് ആണെങ്കിലും വി വിൽ ബി ടുഗദർ. ഹോൾ ലൈഫ് നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ബൈ മാം, താങ്ക് യു. മാം താങ്ക് യു. ഹായ് മാം. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം മാഡത്തിന്റെ വർത്താനം കേട്ടപ്പം പേടിയൊക്കെ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങി. ഇനി വരും ക്ലാസ്സുകളിൽ പൂർണ്ണമായും മാറണം, നന്നായിട്ട് ഇരിക്കണമെന്നാണ് ആഗ്രഹം. മിസ് എല്ലാം ഗ്രൂപ്പിൽ അറിയിക്കണേ. എന്ത് ഞങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ. ഹായ് മാം, മാമിന്റെ പേരെന്തായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോറി, ജിഷ, JISH. ജിഷ. ഓക്കെ, താങ്ക് യു മാം. എന്താ ചോദിച്ചാലും ജമീൻ ആരോ എന്താ ചോദിച്ചാലും എന്തായിരുന്നു? ജെയിംസ്, നമ്മള് എന്തൊക്കെ ഈ ക്ലാസ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാൻ പോകില്ല. ഇതിന് റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും. അതിന് വേണ്ടുന്ന റെക്കോർഡ്, ഇതുപോലത്തെ റെക്കോർഡ് ഉണ്ട്. പണ്ട് കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ റെക്കോർഡ് എഴുതിയവരില്ലേ, റെക്കോർഡ് 60, 70, 80 അത്രയും കണ്ടുള്ളൂ. അതൊക്കെ പറയാം. നോട്ട്ബുക്ക് ഒന്നും വേണ്ട. നോട്ട്ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. നിങ്ങൾക്ക് നോട്ട്സ് എഴുതണമെങ്കിൽ നോട്ട് എഴുതി വെക്കാം. അതൊക്കെ അപ് ടു യു. ലെക്ചർ നോട്ട്സ് പോലെ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താവശ്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി, ഞങ്ങൾ റെഡി ആവും. ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. അവരും പറഞ്ഞു തരും എന്തൊക്കെയാ ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. മാം, നമുക്ക് ലീവ് ചെയ്യാമോ? ഇനി വേറെ തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ബൈ ബൈ. താങ്ക് യു മാം. ബൈ. നാളെ മുതൽ ക്ലാസ് തുടങ്ങുമോ? നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് മെസ്സേജ് വരും. നിങ്ങളുടെ ആ ചാനലിൽ മെസ്സേജ് വരും കേട്ടോ. നെക്സ്റ്റ് വീക്ക് എന്നാണ് ഇൻഫർമേഷൻ. അത് കൺഫർമേഷൻ വരും. ഓക്കെ മാം, താങ്ക് യു. Thank you. Bye.